ദൈവമേ, എന്റെ അമ്മ എന്നെ തല്ലി കൊല്ലും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിലെ കൈപ്പുണ്ണിണ്ടോ നോക്കണല്ലോ. തൊടണോ തൊടണോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിജിത. അപ്പോൾ ഇതൊക്കെ സാധാരണ ഞാൻ റെൻ്റെടുത്ത വീഡിയോസ് ആണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് കുറച്ച് നേരത്തെയാണ് എണീറ്റേക്കണത് കേട്ടോ. അപ്പോൾ അമ്മ ദാ ഇവിടെ കിച്ചണിൽ ഫുഡ് വയ്ക്കാനുള്ള പരിപാടിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇത്തിരി ലേറ്റ് ആവാറൊക്കെ ഉണ്ട്, കാരണം റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് ഉറങ്ങുമ്പോൾ തന്നെ 3 മണിക്കാവും. കാലത്ത് എണീക്കുമ്പോൾ ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ എൻ്റെ കാരണം സാധാരണ പറഞ്ഞു, നീ റെഡി ആവും, നമുക്കൊരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞു. അപ്പൊ എങ്ങോട്ടാ എന്താന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാനൊന്നും നോക്കിയില്ലേ, വേഗം റെഡി ആയിട്ട് വന്നു. അപ്പൊ ദാ പുറത്തേക്ക് എങ്ങോട്ടാണ് പോകണ്ടായിരുന്നത്, എവിടെയാ സ്ഥലം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങോട്ടാന്ന് അറിയില്ല. വരാൻ പറഞ്ഞു റെഡി ആയിട്ട്. ഇല്ലില്ല, രാവിലെ എന്നിട്ട് വെറുതെ നടക്കാറിങ്ങിയതാ. അതെയാ, ഞാൻ വിചാരിച്ച അമ്മാമ്പളോടിക്കാവും. അതെ, കൊടൈക്കനാലെത്തി. അപ്പൊ വേറെ അങ്ങോട്ടായിരുന്നില്ല. ഞാൻ സാധാരണ അടുത്ത് പറയാറുണ്ട് വണ്ടി ഓടിച്ച് പഠിക്കണം ഒന്നെന്ന്. അപ്പൊ ഞാൻ ഓടിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഒരു സമാധാനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ആള് കൊണ്ടുവന്നതാണ് കേട്ടോ. അതായത് ഒരു ഗ്രൗണ്ടിലേക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട്. ഇതില് പറ്റില്ല ഓടിക്കാൻ. അതെ, ശരി. അയ്യോ, വീഴില്ലേട്ടാ, വീഴാണ്ട് എന്റെ അടുത്തേക്ക് എത്ത. അയ്യോ, ഒറ്റയ്ക്ക് ഓടിക്കുന്നു. വാവ്, വളക്കി. എങ്ങനെ അങ്ങോട്ട് പോണ്? അവിടെ കൊണ്ടുണ്ടെങ്കിൽ അറിയില്ലേട്ടാ. ഈശ്വരാ, അയ്യോ അതിശയോ, ഞാൻ ഞെട്ടി. ഇങ്ങോട്ട് വായോ. ദൈവമേ, എന്റെ അമ്മ എന്നെ തല്ലി കൊല്ലും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കോൺഫിഡൻസ് ആയാ? കോൺഫിഡൻസ് ആയാ? മെല്ലെ സ്ലോ ആക്ക്. അങ്ങടാക്കിട്ട് ഇങ്ങാക്കി വീണ്ടും. എന്താണ് ഒറ്റയ്ക്ക് ബൈക്ക് ഓടിച്ചത് അഭിപ്രായം? കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് പഠിക്കുന്നത്. അതെ, ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടില്ലേ? അമ്മ എപ്പോഴും പറയും നീ വണ്ടി ഓടിക്ക്, അമ്മ വണ്ടി ഓടിക്ക്. അതായത് സാഗരേട്ടന്റെ അമ്മ എപ്പോഴും പറയും നീ വണ്ടി ഓടിക്ക്, വണ്ടി ഓടിക്കും, നമുക്ക് വണ്ടി എടുക്കാം. അമ്മ സപ്പോർട്ട് ചെയ്ത പോലെ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ വണ്ടിയുടെ കാര്യത്തിൽ. കാർ എടുക്കുന്ന വിജയ, നമുക്ക് കാർ ഓടിച്ച് പഠിക്കാം, കാർ എടുക്കാം. സ്കൂട്ടി എടുക്കുക വിജയ, സ്കൂട്ടി ഓടിച്ച് പഠിക്കാം, നമുക്ക് സ്കൂട്ടി എടുക്കാം. എപ്പോഴും പറയണത് ആ കൂടി മദറിലോ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിന്റെ അമ്മ പറയാറില്ല പേടി കാരണോ വീഴുന്നുള്ള പേടി? കുഞ്ഞിക്കൈ ഓടിയെന്ന് വെച്ചിട്ട് അതാവും. സാധാരണ എല്ലാരും ആദ്യമായിട്ട് ഓടിച്ചു പഠിക്കുമ്പോ യൂസ് ചെയ്യാൻ എളുപ്പമുള്ള വണ്ടി ആയിരിക്കും സെലക്ട് ചെയ്യുക, ഹാൻഡിൽ ചെയ്യാനായിട്ട് വെയിറ്റ് താങ്ങുന്ന വണ്ടി ആയിരിക്കും. ഇതെനിക്ക് ആദ്യമായിട്ട് തന്നെ ഓടിച്ചു പഠിക്കാൻ കിട്ടിയ വണ്ടി ഇത്രയും വലിയ വെയിറ്റ് ഉള്ള വണ്ടിയാ. എന്നാലും കാല് കുത്താനായിട്ട് ചെറിയൊരു ചാടി ഇറങ്ങണമെന്ന് മാത്രം. പിന്നെ വെയിറ്റ് ഉള്ള കാരണം ഒരു പേടി, എന്റെ കയ്യിൽ നിന്ന് പോയ വണ്ടി നാശമാവില്ലെന്നൊരു പേടി. റൗണ്ട് ഓടിച്ചോ നോക്കട്ടെ. വേണ്ട, ബാക്കിലിരിക്കോ? മതിയാ, ബാക്കിലിരിക്കും. ഓടിക്കോ റൗണ്ട് കൂടിയും. അങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചതിന് ശേഷം ഇവിടെ അടുത്തുള്ള ശിവന്റെ അമ്പലത്തിലും കൂടി തൊഴുതിട്ട് വരാന്ന് വെച്ചു. അങ്ങനെ ശിവന്റെ അമ്പലത്തേക്ക് പോയിട്ടാ. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടാ. വീട്ടിലെത്തിയപ്പോൾ ഉപ്പുമാവ്, അതേപോലെ തന്നെ പഴം പുഴുങ്ങിയത്,
പിന്നെ കട്ടൻ ചായ ഉണ്ടായിരുന്നു. നമ്മൾ അത് കഴിച്ചു. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റെഫറൻസ് പിക്ക് നമ്മുടെ ഒരു കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്വാതി ശ്വേത ബ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബറിന്റെ ഒരു വീഡിയോ ആണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലത്തെ ഒരു മോഡൽ എനിക്ക് തയ്ച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് തയ്ച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഷോർട്ട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കുറെ കസ്റ്റമേഴ്സ് അത് ഓർഡർ ഒക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഈ സൈഡിൽ അത് കൊടുക്കാനായിട്ട് നോക്കാട്ടോ. നമ്മൾ ഇതിന് അജ്രക്ക് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കോട്ടന്റെ അജ്രക്ക് മെറ്റീരിയൽ. ഇതിന്റെ തന്നെ റെഡ് കളർ നമ്മളുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് ജോർജറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഷോള് 2.5 മീറ്റർ ഉണ്ട്. അത് നമുക്ക് 4 സൈഡിൽ ബോർഡർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലൗസിൽ ബാക്കിൽ ഇൻവിസിബിൾ സിബ് ആണ് വെച്ചേക്കുന്നത്. പ്രിൻസസ് കട്ടാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ പാവാടയ്ക്ക് ലൈനിങ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെ ബോർഡറിൽ ഈ അജ്രക്ക് മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കാൻ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ലാപ്ടോപ്പിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ലാപ്ടോപ്പ് കുറച്ച് നേരം കുത്തിവെച്ചു. പിന്നെ എൻ്റെ കയ്യിലൊരു ബോട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് ഇഷ്ടമായിട്ട് കിട്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ എന്നെ അറിയുന്നവർക്ക് കുറേ പേർക്ക് അറിയാം, മണി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊരു മണി പ്ലാന്റ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കുപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം അതുള്ള കാരണം ഒരു ഭംഗിയില്ല. അപ്പം ഞാൻ എൻ്റെ കിഡ്സിന്റെ ഡ്രസ്സിലൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു ലേസ് ഉണ്ട്. അത് ഞാൻ ഇതിന്റെ ചുറ്റും ഒരു നമ്മുടെ കയറില്ലേ, ചാക്ക് ചരട്, അതുപോലെ നമുക്ക് ചുറ്റും ഇങ്ങനെ കെട്ടി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു ചരട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഡ്രസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. ലേസ് പോലെ കേട്ടോ. നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും അതേപോലെ തന്നെ നമുക്ക് ഡ്രസ്സിന്റെ ത്രെഡൊക്കെ മേടിക്കുന്ന കിട്ടുന്ന ലേസുകളൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഷോപ്പുകളിലും കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒട്ടിക്കാൻ യൂസ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂ ഗണ്ണാണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള 2 ഗ്ലൂ ഗണ്ണും ഒരു 2-3 വീക്സിനുള്ളിൽ എന്തെങ്കിലും നാശമായിട്ടാ. അപ്പൊ ഞാൻ ഇത് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഗൈസ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടാ. അപ്പോൾ പിന്നെ എൻ്റെ ഒരു വൈറ്റ് ലേസും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. അത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ ബോട്ടിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമന്റ് ചെയ്തോളൂ. ചെറിയൊരു ടൈം കിട്ടിയപ്പോ നമ്മൾ ആ ഒരു ടൈമിൽ ചെയ്തതാണ് കേട്ടോ. ഇനി ഞാൻ അതിൽ മണി പ്ലാന്റ് ഇട്ടു. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. അങ്ങനെ ഞാനത് അകത്തൊരു ജനലയുടെ സൈഡിൽ വെച്ച് കൊടുത്തു കേട്ടോ. എനിക്കത് എന്തോ നല്ല ഭംഗിയായിട്ട് തോന്നി. ഞാൻ തന്നെ ആ ബോട്ടിലൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അത് അങ്ങനെ വെച്ച കാരണമാണോ മണി പ്ലാന്റ് എനിക്ക് ഓൾറെഡി നല്ല ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ടാണോ എനിക്കറിയില്ല. എനിക്ക് എന്താ ഇത് ഒരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് തോന്നിട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ഗൈസ് ഞാൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് പില്ലോസ് ഉണ്ട്. നമുക്ക് സോഫയ്ക്കൊക്കെ വെക്കുന്ന കുഞ്ഞു കുഞ്ഞു പില്ലോസ് ഉണ്ട്. അപ്പൊ അതിനൊന്ന് കവർ അടിച്ചിടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനത് ഓവർലോക്ക് ചെയ്യാണ് കേട്ടോ. നൂലൊന്നും തുണിയൊന്നും പുറത്തേക്ക് ഇങ്ങനെ പിന്നി പോവാതിരിക്കാൻ, തുണിയുടെ നൂലൊന്നും പിന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓവർലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാ പില്ലോന്റെ കവറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 4-5 എണ്ണം ഉണ്ട് കേട്ടത്. ഇപ്പൊ ഞാൻ ഒരെണ്ണത്തിന്റെ വീഡിയോ മാത്രം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞൊരു വീഡിയോയില് കുറച്ച് മണി പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ ഒരു ചെടി ചട്ടിയിലാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഒരു മുളകൻ തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി ചെടി, വെണ്ടയ്ക്ക ചെടി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാന്ന് വിചാരിച്ചു. അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
എന്താണെന്നറിയോ? കയ്യിൽ കുത്തിച്ചില് കയറും. ഇത് മുളകാണ്. മുളകിൽ തന്നെ ഒരു വെണ്ടയ്ക്കും വെക്കാം. നടണതെല്ലാം ഉണ്ടാവില്ല, ഒരെണ്ണം രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ സ്ഥലത്ത് കരിഞ്ഞു പോകും. ഇതിലെ കൈപ്പുണ്ണിണ്ടോ നോക്കണല്ലോ. ദൈവമേ, തൊടണൊക്കെ കരിഞ്ഞു പോകണമെന്ന് അറിയണം. ഇത് ശരിക്കും നട്ടാളുടെ കൈപ്പുണ്യം നോക്കുക. അങ്ങനൊന്നല്ല, ശരിക്കും നട്ടാളുടെ ഇല്ല കേട്ടാ കൈപ്പുണ്യം നോക്കുക. ഒരു തക്കാളി തൈ കൊടുത്തോ. ഇതാണോ അവിടെയാ? അവിടെ സിമെന്റ് അവിടെ ബോട്ടില് 10 മണിയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനുള്ള പൂക്കളാണ് കേട്ടോ അതിലുള്ളത്. എല്ലാം ഒരേ കളറല്ലേ എനിക്ക് തന്നേക്കണത് കേട്ടാ. ഇതൊരു കളറ്, എല്ലാം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്ക. അപ്പൊ നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ആണ് കേട്ടോ 10 മണിയുടെ ചെടി തന്നത്. കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള പൂക്കളൊക്കെ അവരുടെ ഉണ്ട്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഒരു ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു.